കേരളത്തിൽ മൊത്തം 20-20 തന്നെ. UDF ഒന്നും LDF ജയിക്കുന്ന വിചാരിക്കുന്നത്. LDF ജയിക്കും. കോഴിക്കോട് രാഘവേട്ടൻ. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ബഹ്റൈനിൽ ഇനി ചൂട് കാലമാണ് വരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മനാമ സെൻട്രൽ മാർക്കറ്റിലാണ്. നിരവധി ചൂട് പിടിച്ച രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരിടമാണ് സെൻട്രൽ മാർക്കറ്റ്. ബഹ്റിലെ ചൂടിനേക്കാൾ വലിയ ഇലക്ഷൻ ചൂടിലാണ് ബഹ്റിലെ സെൻട്രൽ മാർക്കറ്റിലെ ജീവനക്കാർ. അവരുടെ ഇലക്ഷൻ കാഴ്ചപ്പാടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയിരിക്കും എന്നുള്ള അവരുടെ വിശകലനങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മുസ്തഫാണ്. ഞാൻ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. വോട്ട് ചെയ്തിട്ടുണ്ട്? മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകാൻ പറ്റാത്തതിൽ വളരെയധികം പോയിരുന്നെങ്കിൽ ആർക്ക് ചെയ്യും? പോയിരുന്നു ഞാൻ ഇടതുപക്ഷത്തിനെ ചെയ്യുള്ളൂ. ഇടതുപക്ഷത്തിനാണ് ചെയ്യുന്നത്. പൊന്നാനിയിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇടതുപക്ഷം പൊന്നാനിയിൽ ജയിക്കുമെന്നാണ്? ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യത്തിനും അതേപോലെ തന്നെ മതേതത്വം അതേപോലെ വർഗീയതക്കെതിരെ ഇന്ന് ശക്തമായി പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഇടതുപക്ഷം ജയിക്കണം. ഇടതുപക്ഷം ജയിച്ചെങ്കിലോ മതേതരത്വം സംരക്ഷിക്കാൻ കഴിയുള്ളൂ, ജനാധിപത്യം സംരക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് ഇടതുപക്ഷത്തിന് കാണാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ പേരിൽ ഇടതുപക്ഷം കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ജയിക്കണ്ടേ? രാഹുൽ ജയിക്കണത് ശബ്ദം, അതായത് മതേതരത്വത്തിൻ്റെ ശബ്ദം, ഭരണത്തിൻ്റെ അല്ല പ്രശ്നം. അവിടെ ഫാസിസ്റ്റുകൾക്കെതിരെ ഒരു ശബ്ദം ഉയർത്തണമെങ്കിൽ ഇടതുപക്ഷം പാർലമെൻറ്റിൽ വേണം. പാർലമെൻറ്റിൽ ഇടതുപക്ഷ MP വേണം. പക്ഷെ ഭരണം പിന്നീടാണ്. ഷാജി ഏതാ മണ്ഡലം? എൻ്റെ വടകര മണ്ഡലം. വടകര മണ്ഡലത്തിലെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ആര് ജയിക്കും പറഞ്ഞാൽ LDF ജയിക്കുന്ന വിചാരിക്കുന്നത്. LDF ജയിക്കും. ശൈലജ ടീച്ചറാണ്. ആദ്യം കഴിഞ്ഞ പ്രാവശ്യം UDF ആണ് ജയിച്ചിരുന്നത്. പ്രാവശ്യം LDFനും ഷാഫി പറമ്പിനും ചാൻസ് ഉണ്ട്. കേരളത്തിൽ മൊത്തം എന്താണ്? കേരളത്തിൽ കഴിഞ്ഞ LDFന്റെ ഭരണം മോശമായിരുന്നു. ഇപ്രാവശ്യം UDF വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. യൂനുസ് ഏതാ മണ്ഡലം? നിലമ്പൂര് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ല. ആരാണ് സ്ഥാനാർത്ഥി? ആരാണ് ജയിക്കുക? മണ്ഡലത്തെ കുറിച്ച് ഒരു വിലയിരുത്തൽ. ആകെ ജയിക്കാനുള്ളത് ET മുഹമ്മദ് ബഷീർ തന്നെ ഉള്ളൂ. ഓക്കെ. കേരളത്തിലെ മൊത്തം ഒരു ഇലക്ഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഇപ്രാവശ്യം UDF കൊണ്ടുപോകും. ഏതാ മണ്ഡലം? കോഴിക്കോട് ആരാണ് ജയിക്കുക? കോഴിക്കോട് രാഘവേട്ടൻ. എന്തുകൊണ്ട് രാഘവേട്ടൻ? രാഘവേട്ടൻ്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ മണ്ഡലത്തിൽ ഉടനീളം നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാഘവേട്ടൻ തന്നെ ഇപ്രാവശ്യവും വിജയിക്കും. അതിൽ ആർക്കും സംശയമൊന്നുമില്ല. കേരളത്തിലെ മൊത്തം വിലയിരുത്തൽ എന്താണ്? കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് കിട്ടിയിരുന്നു. ഇപ്രാവശ്യവും 20 സീറ്റും UDFന് തന്നെ കിട്ടുന്നതാണ്. 20 സീറ്റും UDFന് കിട്ടും. ഫസൽ എവിടെയാണ് മണ്ഡലം? ചോക്കാട് വണ്ടൂർ. ഏതാ ലോക്സഭാ മണ്ഡലം? അത് വയനാട്ടിലത്തെ ഇലക്ഷൻ റിസൾട്ട് എങ്ങനെയായിരിക്കും? ചോദിക്കാല്ലേ, രാഹുൽ ഗാന്ധി ജയിക്കൂലേ? രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണ് അഭിപ്രായം. കേരളത്തിലെ മൊത്തത്തിലൊരു മുന്നണിയുടെ UDF വിജയിക്കും. പേര് ഫൈസൽ, കണ്ണൂർ. എൻ്റെ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സുധാകരനാണ്. പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഷാഫി പറമ്പിലാണ്. വടകര നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. നല്ല എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു ജനപ്രതിനിധി തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. കേരളത്തിലെ മൊത്തം വിലയിരുത്തൽ എങ്ങനെയാണ്? കേരളത്തിൽ മൊത്തം 20-20 തന്നെ. UDF ഒന്നും നോക്കാനില്ല, പൊളിയാണ്. ചന്ദ്രൻ വളയം എന്ന് പറയുമ്പോൾ വടകര ഷാഫി പറമ്പിൽ തന്നെ കോൺസ്റ്റിറ്റ്യൻസി. ആരാണ് ജയിക്കുക? ഷാഫി നല്ല ഭൂരിപക്ഷം ജയിക്കും. വടകര ഇന്ത്യ ഒട്ടാകെ ഒരു മതേതര ഗവൺമെൻറ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരും. അതിലൊരു യാതൊരു സംശയവും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ UDF തരംഗമാണ്. കൂടുതൽ സാധ്യത കേരളത്തിൽ UDFനാണ്. അറഫാത്ത്. പൊന്നാനി. അബ്ദുസമദ് സമദാന് UDF സ്ഥാനാർത്ഥി. വൻഭൂരിപക്ഷത്തോട് ജയിക്കും. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് ഷുക്കൂർ. ഏതാ മണ്ഡലം? ഞാൻ കോഴിക്കോട്.
എളമരം കരീം സാഹിബ്. എളമരം കരീമാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഓക്കെ, ജയിക്കോ? ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്, ഉറപ്പില്ല. ഉറപ്പുണ്ട്, എളമരം കരീം അവിടെ ജയിക്കും, ജയിച്ചിരിക്കും. ആണ്, ഞാനും കമ്മ്യൂണിസ്റ്റാണ്, അവിടെ ജയിക്കും. എൻ്റെ പേര് നിയാസ്. നിയാസ് ഞാൻ വയനാട് മണ്ഡലം. വയനാട് മണ്ഡലം. ഓക്കെ. ജയപ്രതീക്ഷ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. പിന്നെ ഉള്ളത് കേരളത്തിൽ ഒരു 15 സീറ്റ് UDF-നും ബാക്കി LDF-നാണ് സാധ്യത കാണുന്നത്. LDF-ൻ്റെ ഭരണത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് അബ്ദുൾ നാസർ. ഏതാ മണ്ഡലം? മണ്ഡലം വയനാട്. വയനാട് മണ്ഡലം. ഓ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം. ആരാണ് ജയിക്കുക? അവിടെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്നെ ജയിക്കും. ഓക്കെ, അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഓക്കെ, വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കരീം ഏതാ മണ്ഡലം? വടകര. വടകര ആരാണ് ജയിക്കുക? അവിടെ ഷാഫി ജയിക്കും. ഷാഫി പറമ്പിലിനാണോ വോട്ട് കൊടുക്കുക? ഇപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിൽ ആർക്കാ വോട്ട് കൊടുക്കും? ഷാഫി പറമ്പിൽ. കേരളത്തിലെ മൊത്തത്തിൽ UDF തരംഗം തന്നെ ഉണ്ടാവുക. UDF തരംഗം. Media Rang, today's talk, supported by Al Hilal Hospitals and Medical Center, available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey for detergents, we guarantee your satisfaction.